ഇന്നലെ രാത്രിയിൽ എപ്പോഴായിരുന്നു ഈ സംഭവം? ഹോട്ടൽ അധികൃതരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെ ഈ ഷൈൻ ടോം ചാക്കോ അവിടെ താമസിച്ചിരുന്നു, അയാളുടെ പേരിലായിരുന്നു റൂം? ഡോക്ടർ അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹോട്ടലിന് മുൻപിലാണ്. അതായത് കലൂർ ടൗൺ ഹാളിനടുത്തുള്ള PGS വേദാന്ത എന്ന ഹോട്ടലാണ്. ഇന്നലെ രാത്രി 10:55 കൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഹോട്ടലിലെ 3-ാം നിലയിലെ 314 നമ്പർ മുറിയിലാണ് ഷൈൻ ടോം ചാക്കോ റൂം എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, പോലീസിൽ നിന്നും ഇപ്പോൾ ഹോട്ടൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഓൺലൈനിൽ മറ്റൊരാളുടെ പേരിലാണ് ഈ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഈ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡാൻസ് സ്റ്റാഫിന്റെ സാന്നിധ്യം, റിസർച്ചിന്റെ സാന്നിധ്യം ഷൈൻ ടോം ചാക്കോ തിരിച്ചറിയുന്നു. ജനൽ വഴി മറ്റൊരു ഭാഗത്തേക്ക് പുറത്തേക്ക് ചാടി, അതിനുശേഷം അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി, തുടർന്ന് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് ചാടി, തുടർന്നാണ് സ്റ്റെയർകേഴ്സ് വഴി ഓടി. അതായത് ഈ 314-ാം റൂമിൽ നിന്ന് ബാൽക്കണിയുടെ ഭാഗത്തുകൂടെ പുറത്തേക്ക് ചാടുന്നു. അവിടുത്തെ ഷീറ്റ്, ഈ ചാട്ടത്തിൽ അവിടെ ഒരു ഷീറ്റൊക്കെ വെച്ചിരുന്നു, അത് പൊട്ടിയിരുന്നു. അതിനുശേഷം അവിടുന്ന് താഴേക്ക് ചാടുന്നു. തുടർന്ന് സ്റ്റെയർകേഴ്സ് വഴി പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏത് ഭാഗത്തേക്ക് ഷൈൻ ടോം ചാക്കോ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ഇതിനകം പോലീസിന്റെ പരിശോധനയുടെ, എക്സൈസിന്റെ പരിശോധനയൊക്കെ തുടരുന്നുണ്ട്. അയാൾ ഏത് വഴിക്ക് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. പിന്നീട് ഡാൻസ് സംഘം റൂം അടക്കം പരിശോധിച്ചു. പക്ഷേ ഏതെങ്കിലും നിലയ്ക്കുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ലഹരി വസ്തുക്കളോ മറ്റുള്ളവയോ ഒന്നും കിട്ടിയതുമില്ല. അതായത് ഇത്തരം ഘട്ടങ്ങളിൽ നേരിട്ട് ലഹരി വസ്തുക്കളോടുകൂടി പിടികൂടുക, പിന്നീട് ഉപയോഗിച്ചെങ്കിൽ രക്തപരിശോധനയ്ക്ക് നടത്തുമ്പോൾ കിട്ടുക എന്നീ സാധ്യതകളാണ്. അതല്ലെങ്കിൽ പിന്നീട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ക്രൈം സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തിയുള്ള കേസുകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ആ സമയത്ത് തന്നെ ഇയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നതാണ്. അതേസമയം അവർ എടുത്തിരുന്ന മുറിയിൽ പരിശോധന ഡാൻസ് ഓഫ് നടത്തി. പക്ഷേ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താണ് ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടത്. പിന്നീട് ഇദ്ദേഹം എങ്ങോട്ടേക്ക് പോയി എന്ന വിവരം സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല എന്താണ് നമ്മൾ എടുത്തു വേദാന്ത എന്ന ഹോട്ടലിലെ 314-ാം നമ്പർ മുറി ഇന്നലെ ഓൺലൈൻ വഴി മറ്റൊരാളുടെ പേരിൽ ബുക്ക് ചെയ്താണ് ഇയാൾ അവിടെ എത്തിയത്. അപ്പോൾ അതിൽ തന്നെ ദുരൂഹതയുണ്ട്. നമ്പർ 2, ആ റൂമിൽ ഇയാൾ എത്തുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞതിനു ശേഷം ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവാം. ആ സാഹചര്യത്തിൽ ഡാൻസ് ഓഫ് അവിടേക്ക് എത്തുന്നു എന്ന വിവരം ഇയാൾ മുൻകൂട്ടി